ഇത് നമ്മൾ റീസ്റ്റോറേഷൻ പർപ്പസിനായിട്ട് എടുത്തേക്കുന്ന ഒരു വണ്ടിയാണ്. വണ്ടി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് ഫിയസ്റ്റ 2007 മോഡൽ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഒരു 1.4 ലിറ്റർ TDCA ഡീസൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്, ടർബോ ചാർജ്ഡ് ഡീസൽ. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ വണ്ടി എടുത്താൽ പോരെയെന്ന്, എന്തിന് ഈ ഡീസൽ വണ്ടി എടുത്തതെന്ന്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണും, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒക്കെ നോക്കാം. ഇൻറ്റീരിയറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് സ്പേസ് തന്നെയാണ്. ഫ്രണ്ടിൽ രണ്ടുപേർക്ക്, നല്ല തടിയുള്ളവർക്കായാലും രണ്ടുപേർക്ക് അടിപൊളിയായിട്ട് ഇരിക്കാം. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് 3 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാം. നല്ല റൈഡ് കംഫർട്ടാണ് വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ ഡോറൊക്കെ നല്ല വെയിറ്റുള്ള ഡോറാണ്, നല്ല മെറ്റൽ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ വരുന്ന 14 ഇഞ്ച് സെക്ഷൻ ടയറാണ്. വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ വരുന്നത് ഇങ്ങനെയാണ്. 20 വർഷം കഴിഞ്ഞിട്ടും നല്ലൊരു ബോഡി ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു വണ്ടിയാണിത്. വേറെ തുരുമ്പും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേ ഒന്ന് തുറന്ന് മൊത്തത്തിൽ കാണാം. വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കി ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ എൻജിൻ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് വണ്ടിയുടെ എൻജിൻ ബേ തുറക്കുന്നത്. ഫോർഡ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡ്യൂറോടോർക്ക് എഞ്ചിനാണ്. 1.4 ലിറ്റർ TDCA 65 PS വരുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്നത്. ബാറ്ററി ഇപ്പം നമ്മൾ ഇന്നോവയുടെതാണ് വെച്ചേക്കുന്നത്. ബാറ്ററിയൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഞ്ചിൻ്റെ കാര്യം കുറേ സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. AC വെൻസിൻ്റെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. നമ്മൾ സ്റ്റീരിയോ വെച്ചപ്പോഴത്തേക്ക് അത് ചെറുതായിട്ടൊന്ന് മിസ്മാച്ച് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഇത് ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്, പിന്നെ AC വെൻസ്. നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോൾ ഒന്ന് നോക്കാം. പ്രോപ്പറായിട്ടുള്ള ഒരു RPM ഗേജ് വരുന്നുണ്ട്, ഫ്യൂവൽ മീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ. പിന്നെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെ ഡിസ്റ്റൻസ് ടു MD ഈ വണ്ടിക്കകത്തുണ്ട്. ഈ വണ്ടി ഏകദേശം 2,42,000 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. വോക്സ് വാഗണൊക്കെ ഉള്ള പോലെ തന്നെയാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്, റൈറ്റ് സൈഡ്. വണ്ടിയുടെ ഫോഗ് ലാമ്പിൻ്റെ കൺട്രോൾ ഇതിൽ കൂടെ തന്നെയാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ പവർ വിൻഡോ 4 ഡോറും പവർ വിൻഡോ ആണ് വണ്ടിക്ക് വരുന്നത്. ആ ഡോർ അടയ്ക്കുന്ന സൗണ്ട് നോക്കിക്കോണേ. ബിൽഡ് ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലേക്ക് കാണുമല്ലോ വണ്ടിയുടെ. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാം. ഓടിച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടി റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് എടുത്തതെന്നും ഈ വണ്ടിക്ക് എത്ര രൂപയായെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. വണ്ടിയുടെ സ്റ്റാർട്ടിങ് സൗണ്ട് ഒന്ന് കേൾക്ക്. വണ്ടിയുടെ സ്റ്റാർട്ടിങ് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോഴത്തെ എഞ്ചിൻ്റെ കണ്ടീഷൻ. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ്, അതായത് മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടാണ്. വെച്ചാൽ വണ്ടി ഓൾറെഡി നല്ല വെയിറ്റാണ്. ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ കുറവാണ്. വണ്ടി തറയിൽ പതിഞ്ഞിരുന്നാണ് ഓടുന്നത്. മെയിനായിട്ട് ഈ വളവുകളൊക്കെ വരുമ്പോഴത്തേക്ക് വണ്ടി നല്ല ഹാൻഡ്ലിംഗ് ആണ് തരുന്നത്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് അടിപൊളിയാണ്. ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചേക്കുന്നത്. മറ്റേ പുതിയ വണ്ടികളൊക്കെ പോലെ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ഒന്നും അല്ല, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. അതിൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക് വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും. വണ്ടി നല്ല പ്ലാൻഡഡ് ആയിട്ടാണ് ഓടുന്നത്. വേറൊന്നുമല്ല, ഈ വണ്ടി നമുക്ക് ഏത് വളവും വീശി വളച്ചുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്ന അടുത്തൂടെ തന്നെയാണ് വണ്ടി പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഹാൻഡ്ലിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് ഈ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1.4 TDCA എഞ്ചിനാണ് വരുന്നത്. ടർബോ ചാർജഡ് എഞ്ചിനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ ടർബോ വരുന്ന വണ്ടിയൊക്കെ പ്രത്യേക ഒരു വലിവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടർബോ പിടിക്കണം. എന്ന് വെച്ചാൽ ടർബോ ചാർജർ ഓൺ ആവുന്ന സമയം തൊട്ട് നല്ലൊരു പുള്ളിങ് വണ്ടിക്ക് കിട്ടും. വണ്ടിയുടെ ടർബോ ഓണാകുന്ന ഒരു 1500 RPM തൊട്ടിട്ടാണ് ഈ വണ്ടിയുടെ ടർബോ ഓണുന്നത്. 1500 RPM തൊട്ട് വണ്ടി ഒരു 3000 RPM വരെ നല്ല വലിക്കും. വണ്ടിക്ക് ടോട്ടലായിട്ടൊരു 5000 RPM ഉണ്ട്. 4000 RPM വരെ നല്ല വലിവ് വണ്ടി വലിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക 65 bhp അല്ലേ, സ്വിഫ്റ്റിന് 70 bhp ഉണ്ടല്ലോ, സ്വിഫ്റ്റിനായിരിക്കും വലിവ് കൂടുതൽ. പക്ഷേ ഈ വണ്ടിയിലിരുന്ന് ഓട്ടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വലിവ് അടിപൊളിയാണ്. പിന്നെ മൂന്നാമത്തെ മെയിൻ സാധനം, ഈ വണ്ടിയുടെ നല്ലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം മൈലേജ്. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. AC ആണെന്നുണ്ടെങ്കിൽ ഒരു 23. ഞാൻ 25 പറഞ്ഞത് ഹൈവേ മൈലേജാണ്. നമ്മൾ കന്യാകുമാരിയൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ACയിൽ വണ്ടി ഏകദേശം 25 മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു മെയിൻ ഹൈലൈറ്റാണ്. പിന്നെ ഈ വണ്ടി ഞാൻ എടുത്ത പ്രൈസ് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ കുറച്ച് കഥകൾ പറയാനുണ്ട് ഈ വണ്ടീനെ കുറിച്ച്. ഈ വണ്ടി ഞാൻ എടുത്ത കിളിമാനൂർ ഒരു ഭാഗത്തു നിന്നാണ് എടുത്തേക്കുന്നത്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കാണ് റീസ്റ്റോറേഷൻ ചെയ്താലോ
എന്നൊരു ഐഡിയ വന്നത്. ഈ ഡീസൽ എഞ്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഇതൊരു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് പെട്ടെന്ന് ടോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ടർബോ ചേഞ്ച് ചെയ്യാം, ECU ടോൺ ചെയ്യാം. പ്രത്യേകിച്ച് മൈലേജ് ഡ്രോപ്പ് ഒന്നും കാണത്തില്ല. അത്യാവശ്യം നല്ല വില. ഞാൻ തന്നെ യൂട്യൂബിൽ കുറേ വണ്ടികൾ കണ്ടിട്ടുണ്ട് ഈ ഡീസൽ എഞ്ചിനുകൾ ടൂൺ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് വെച്ചാൽ തന്നെ വണ്ടിയുടെ ക്യാരക്ടറേ മാറും. ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് വെക്കാൻ പറ്റും, ടർബോ ചാർജർ ചേഞ്ച് ചെയ്യാം, ECU മാറ്റാം. വണ്ടി അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഈ കാണുന്ന സ്റ്റോക്ക് വണ്ടി തന്നെ ജസ്റ്റ് ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ 70-80 PS മാറും. പിന്നെ ECU ടൂൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു 100 PS മുകളിലോട്ട് മാറും. പിന്നെ ഈ വണ്ടിയുടെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി എടുത്തേക്കണത് എനിക്ക് അവർ OLX-ൽ ചോദിച്ചപ്പോഴത്തേക്ക് 40 രൂപയാണ് പറഞ്ഞത്. ഞാൻ ചെന്ന് സംസാരിച്ച് ക്ലിയർ ആക്കി ഈ വണ്ടി എടുത്തത് 38 രൂപയ്ക്കാണ്. വെറും 38,000 രൂപയ്ക്ക് AC, പവർ വിൻഡോ, പവർ സ്റ്റിയറിങ്, റൈഡിങ് കംഫർട്ട്, അത്യാവശ്യം നല്ല വലിവ്, നല്ല മൈലേജ് ഉള്ള വണ്ടി. പിന്നെ ഈ വണ്ടീനെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊള്ളത്തില്ല, എപ്പോഴും കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനും മെയിനൊരു കാര്യം പറഞ്ഞില്ലേ, ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ കംപ്ലൈൻറ്റ്സ് അല്ല മെയിൻ കംപ്ലൈൻറ്റ്. ഈ വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് നല്ല വർക്ക്ഷോപ്പുകളില്ല എന്നുള്ളതാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ ഒരുപാട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ആദ്യം ഈ വണ്ടിയുടെ മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വന്നത് വണ്ടി സ്റ്റാർട്ടാവൂലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാവില്ല, ഓട്ടത്തിൽ ഓഫായി പോവും, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു 3-4 വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ഒരാൾ എൻ്റെ അടുത്ത് ടർബോ മാറ്റാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇനിയിപ്പോൾ ഇത്ര രൂപയ്ക്ക് എടുത്ത വണ്ടിയില്ലേ, ടർബോ മാറ്റിക്കളയെന്ന് വിചാരിച്ചു ടർബോ മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെയും വണ്ടി ഓഫായപ്പോൾ പറഞ്ഞ് ബാറ്ററി മാറ്റാൻ പറഞ്ഞു. ബാറ്ററി മാറ്റിയപ്പോൾ എത്ര രൂപ? 6,000 രൂപ. ടർബോ മാറ്റിയപ്പോൾ 8,000 രൂപയായി. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ബെൽറ്റിൻ്റെ പുള്ളിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഓഫായി വണ്ടി. അങ്ങനെ അതും കൊണ്ടുപോയി. അവസാനം ഞാൻ ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് വണ്ടിയുടെ ഒരു സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന്. ക്രാങ്ക് പൊസിഷൻ സെൻസർ. ആ സെൻസറും അല്ലായിരുന്നു കംപ്ലൈൻറ്റ്. വണ്ടിയുടെ ആ സെൻസറിലേക്ക് വന്നിരിക്കുന്ന കേബിള് കട്ടായിപ്പോയി. ഇതായിരുന്നു കംപ്ലൈൻറ്റ്. ആ കേബിൾ എനിക്ക് മാറി അതിന് 350 രൂപ ആയുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർക്ക്ഷോപ്പുകാരെ കാരണം എനിക്ക് ഏകദേശം ഒരു 10-20,000 രൂപ ഈ വണ്ടി ശരിയാക്കാൻ വേണ്ടി തന്നെ കളയേണ്ടി വന്നു. ഇത്രയും കംപ്ലൈൻറ്റുകളാണ് 40,000 രൂപയ്ക്ക് എടുത്തപ്പോൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോണ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വണ്ടിക്ക് അലോയ് നമ്മൾ നോക്കുന്നുണ്ട്. ഒരു 16 ഇഞ്ച് അലോയാണ് നോക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം, വിൻഡോ ടിൻ്റ് അടിക്കണം. പിന്നെ ബാക്ക് സ്പോയിലർ മൊത്തത്തിൽ കയറ്റുമ്പോൾ തന്നെ വണ്ടി മാരക ലുക്കാവും. നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ കാണാം. പിന്നെ ഈ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ സജഷൻസ് ഞാൻ എല്ലാവരുമായിട്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാനിപ്പോൾ നോക്കി, ബ്ലാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, യെല്ലോ നോക്കി, പിന്നെ ഒരു പിങ്ക് കളർ നോക്കി. ഇതെല്ലാം കൊള്ളാം. പിന്നെ നമ്മളെ ആറ്റിങ്ങിലൊരു പെയിൻറ്റ് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ നമുക്ക് സിംഗിൾ കോട്ടിന് മാരുതിക്കൊക്കെ ഏകദേശം 8,000 രൂപ 9,000 രൂപ ആവുള്ളൂ. അപ്പോൾ ഞാൻ അവിടെയാണ് ഈ വണ്ടി പെയിൻ്റ് അടിക്കാൻ പോണത്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. അപ്പോൾ അതും ഷെയർ ചെയ്ത് തരാം. പിന്നെ ഈ വണ്ടിയിൽ നമ്മളൊരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധനം ഓൾറെഡി കയ്യിൽ വെച്ചിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മറ്റേ ത്രോട്ടിൽ ബോഡി അറിയാമോ? ത്രോട്ടിൽ ബോഡി വെച്ചിട്ടാണ് നമ്മൾ എക്സോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണത്. സംഭവം ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ആട്ടയുടെ ക്ലച്ച് കേബിളാണ് വെച്ചിട്ട് ഒരു ലിവർ വെച്ച് എക്സോസ്റ്റ് തുറക്കുന്ന രീതിയാണ് നമ്മളതിൽ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ചെയ്തിട്ട് നോക്കാം. പക്ഷെ ഡീകാറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല എക്സ്പെൻസാണ്. അത് നമ്മൾ ട്രൈ ചെയ്യും, നോക്കും. ഡീകാറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഇതിൻ്റെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അതും ചെയ്യുന്നതാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വണ്ടി ഒന്ന് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഓക്കെ, എന്തായാലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തടുത്ത നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മൾ തുടക്കക്കാരായത് കൊണ്ടിട്ടാണ് ചെറിയ ചെറിയ അപാകതകളൊക്കെ കാണും. അതൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോകളിൽ പരിഹരിക്കുന്നതായിരിക്കും. ഈ വണ്ടിയെ കുറിച്ചിട്ടുള്ള സജഷൻസ് നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി. ബാക്കി എന്ത് കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. അടുത്ത വീഡിയോയിലെല്ലാം നമ്മൾ പരിഹരിക്കുന്നതാണ്. ഈ റീസ്റ്റോറേഷൻ ഒരു 3-4 വണ്ടി വീട്ടിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തടുത്ത വീഡിയോകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ഇടാം. കാറ് മാത്രമല്ല, ബൈക്ക്, സ്കൂട്ടി, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വീട്ടിലിരിപ്പുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ എക്സോസ്റ്റൊക്കെ വെച്ച്
അടിപൊളിയാക്കിയിട്ട് നമുക്കൊന്നുകൂടെ കാണാം. ഓക്കെ.